എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറും ചേർന്ന് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ അപൂർവ ധാതുക്കൾ എന്ന് പറഞ്ഞ് വൈറ്റ് ഹൗസിൽ വെച്ച് ഒരു പെട്ടി തുറന്നു കാട്ടിയത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. മറക്കാൻ കഴിയോ? ആഗോള വിഷയമായിരുന്നില്ലേ? സാമ്പത്തിക പ്രതിസന്ധിയിൽ ആടിയുലയുന്ന പാകിസ്ഥാൻ തങ്ങളുടെ കൈവശം 500 ലക്ഷം കോടി രൂപയുടെ, അതായത് 6 മുതൽ 8 ട്രില്യൺ ഡോളർ വരെ വില മതിക്കുന്ന അപൂർവ ഭൂമിധാതു സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് ലോകത്തെ ഞെട്ടിക്കാൻ നോക്കിയ ഒരു സംഭവമായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ ആ പണി പാളി എന്ന് മാത്രമല്ല, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിൽ കൂടി നിൽക്കുകയാണ് പാകിസ്ഥാൻ. രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ആഗോള ശ്രദ്ധ നേടുന്നതിനും വേണ്ടിയുള്ള ഒരു കളി മാത്രമാണ് ഈ വമ്പൻ കണക്കുകളെന്ന് ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ടുള്ള ഡിസ്കവറി അലേർട്ട് എന്ന മൈനിങ് നിരീക്ഷണ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. അപൂർവ ധാതുശേഖരം അഥവാ റയർ എർത്ത് എലമെന്റ്സ് റിസർവ് ഉണ്ടെന്ന് തെളിയിക്കേണ്ട രാജ്യാന്തര തലത്തിലെ NI 43-101 സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ഒരു പഠനവും പാകിസ്ഥാനിൽ നടന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിവരമാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. വെറും രാഷ്ട്രീയ പൊള്ളത്തരം മാത്രമാണ് ഈ വാദങ്ങളെന്ന് ഓസ്ട്രേലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഉറ്റ സുഹൃത്തു കൂടിയായിട്ടുള്ള അമേരിക്കയുടെ ജിയോളജിക്കൽ സർവേ ഡാറ്റയും ഈ വാദങ്ങൾ പാക് ഭരണകൂടം തള്ളിയതാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ വസ്തുത. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് പാകിസ്ഥാനിൽ അപൂർവ ധാതുക്കളുടെ ശേഖരമുള്ളതായി പറയുന്നത്. എന്നാൽ ബലൂജ് പോരാളികളുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായതിനാൽ ഖനനം പോലും എളുപ്പമല്ല. മുമ്പും പാകിസ്ഥാൻ പല വിഷയങ്ങളിലും ഇതുപോലുള്ള വമ്പൻ കാര്യങ്ങൾ പറഞ്ഞ് വീമ്പ് മാത്രം പുലമ്പിയിട്ടുള്ള ചരിത്രമുള്ളതിനാൽ ആ രാജ്യത്തിന് ഈ പുതിയ പാളിയ പണിയും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നതാണ് സത്യം.